ഹായ് എല്ലാവർക്കും ജി കെ മിഷൻ 2020യിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് PSC മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. കണക്റ്റിംഗ് ഫാക്ട്സ് ഉൾപ്പെടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ അനായാസം പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 5 ചോദ്യങ്ങളാണ്. ഈ 5 ചോദ്യങ്ങളും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ നടന്ന 10ാം ലെവൽ പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കേരളവുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ചോദ്യം തരുന്നു, അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും, അതിന് തൊട്ട് പുറകെ അതിൻ്റെ ഉത്തരം പറയും, പിന്നെ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളും പറയും. അങ്ങനെയായിരിക്കും നമ്മുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻസ് പോവുക. ഓക്കെ, ഇതിന് ശേഷം ഈ 5 ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസർ എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാണുന്നവർ അതിന് ശേഷം ആ ലിങ്കിൽ കയറി അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതായത് ജസ്റ്റ് നമുക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓർമ്മശക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. ഓക്കെ, നിങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് അനായാസം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടുന്ന് ഇതുവരെ ഒന്നും പഠിച്ചെടുക്കാൻ സാധിക്കാത്തവർക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. കാരണം അടിസ്ഥാന വിവരങ്ങൾ മുതലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തുടർന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ഇതുപോലുള്ള ഒരുപാട് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ലഭ്യമാകും. ജോബ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, പിന്നെ പഠന സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ കണ്ടൻറ്റുകളൊക്കെ, നമ്മുടെ ഇതിലെ കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം എന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം. ഓപ്ഷൻസ്: എ മാവ്, ബി തെങ്ങ്, സി തേക്ക്, ഡി ചന്ദനം. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് ആണ് മാവ്, തെങ്ങ്, തേക്ക്, ചന്ദനം. ഏതായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏതാണ് ഉത്തരം? ബി തെങ്ങാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ബി തെങ്ങ്. ഇനി നമുക്ക് കുറച്ച് ഔദ്യോഗിക കാര്യങ്ങളൊക്കെ കാണാം. അതിലാദ്യം നമ്മൾ പറഞ്ഞു ഔദ്യോഗിക വൃക്ഷം തെങ്ങാണെന്ന് പറഞ്ഞു. ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്, കോക്കസ് ന്യൂസിഫറ. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ. അടുത്ത നമ്മുടെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, കാഷ്യ ഫിസ്റ്റുല എന്നാണ് ശാസ്ത്രീയ നാമം. അപ്പോൾ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ, ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക മൃഗമാണ് ആന, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക മൃഗം ആന, ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക മൃഗം ആന. ഇനി ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ, എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നാണ് ശാസ്ത്രീയ നാമം. ഔദ്യോഗിക മത്സ്യം കരിമീൻ. അപ്പോൾ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക മൃഗം ആന, ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക ഫലമാണ് ചക്ക, ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലസ് എന്നാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക ഫലം ചക്ക. ഇനി ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി, പാപ്പിലിയോ ബുദ്ധ എന്നറിയപ്പെടുന്ന ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം. ഔദ്യോഗിക പാനീയമാണ് കരിക്കിൻ വെള്ളം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് കരിക്കിൻ വെള്ളം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷത്തിൽ തുടങ്ങി തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, കോക്കസ് ന്യൂസിഫറ എന്നാണ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, കാഷ്യ ഫിസ്റ്റുല. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ബ്യൂസറസ് ബൈക്കോർണിസ്. ഔദ്യോഗിക മൃഗം ആന, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഔദ്യോഗിക മത്സ്യം കരിമീൻ, എട്രോപ്ലസ് സുരാറ്റൻസിസ്. ഔദ്യോഗിക ഫലം ചക്ക, ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലസ്. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി, പാപ്പിലിയോ ബുദ്ധ. ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം. ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗികപരമായ കാര്യങ്ങൾ. അതായത് ഔദ്യോഗിക വൃക്ഷം, പുഷ്പം എന്നിങ്ങനെ തുടങ്ങി ഔദ്യോഗിക കാര്യങ്ങൾ നമ്മൾ അറിയപ്പെടുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിച്ചല്ലോ. ഒരൊറ്റ ചോദ്യത്തിൽ നിന്നും കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമൊക്കെയാണ് സാധാരണ ചോദിച്ചു കാണാറുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: വയനാട്, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട്. അപ്പോൾ ഏത് ജില്ലയിലായിരിക്കും? വയനാട്, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട്. അപ്പോൾ ഏത് ജില്ലയിലായിരിക്കും സൈലന്റ് വാലി? ഉത്തരം ഡി, പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഇനി സൈലന്റ് വാലിയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് വിശേഷങ്ങൾ നോക്കാം. ഒന്ന്, കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. പുരാണങ്ങളിൽ സൈലന്റ് വാലി അറിയപ്പെട്ടിരുന്നത് സൈരന്ധ്രി വനം എന്നാണ്. സൈരന്ധ്രി വനം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലന്റ് വാലിയാണ്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി, പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലന്റ് വാലിയാണ്. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധിയാണ്, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. പിന്നീട് 1985 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി. 1984 1985 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങിന്റെ സംരക്ഷണ കേന്ദ്രമാണ് ഏത്? സൈലന്റ് വാലി. അപ്പോൾ സൈലന്റ് വാലി സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതാ? സിംഹവാലൻ കുരങ്ങ്. അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്നു. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നു. 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ചോദ്യം പഠിച്ചു. ഒന്ന്, കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷവും തെങ്ങ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് കാര്യങ്ങളും. പിന്നെ രണ്ടാമത് പഠിച്ചത് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും പഠിച്ചു. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻസ്: കുറ്റ്യാടി, ശബരിഗിരി, ഇടുക്കി, പള്ളിവാസൽ. കുറ്റ്യാടി, ശബരിഗിരി, ഇടുക്കി, പള്ളിവാസൽ. ഇതിലേതാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഉത്തരം ഡി, പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് 1940-ലാണ്. 1940-ലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലും. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകുന്നത് 1976-ലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് 1940-ലാണ്. അപ്പോൾ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. പള്ളിവാസൽ സ്ഥാപിച്ചത് 1940-ലും ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് 1976-ലുമാണ്. കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ള ശബരിഗിരിയാണ് കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജലവൈദ്യുത പദ്ധതി. ഇനി അതിൽ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. ഈ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകുന്നത് 1972-ലാണ്. 1972-ലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, സ്ഥാപിച്ചത് 1940-ൽ. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി, 1976-ൽ സ്ഥാപിച്ചു. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി, 1972-ൽ സ്ഥാപിച്ചു. അപ്പോൾ നമ്മളിന്ന് 3 ചോദ്യങ്ങൾ പഠിച്ചു. 1, കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം. 2, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല. 3, ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യമാണ്, വിമോചന സമരം നടന്ന വർഷം ഏത്? വിമോചന സമരം നടന്ന വർഷം ഏത്? ഓപ്ഷൻസ്: 1958,
1959, 1971, 1957. ഇതിൽ വിമോചന സമരം നടന്നത് ഏത് വർഷമെന്നാണ് ചോദ്യം. അപ്പോൾ ഏത് വർഷമായിരിക്കും വിമോചന സമരം നടന്നത്? ഓപ്ഷൻ ബി 1959. 1959 വിമോചന സമരം നടന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റ്സ് നോക്കാം. EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം. അപ്പോൾ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം. എന്തിനു വേണ്ടിയായിരുന്നു? EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായിട്ടാണ് വിമോചന സമരം ആരംഭിച്ചത്. 1959 ജൂൺ 12-നാണ് വിമോചന സമരം ആരംഭിക്കുന്നത്. 1959 ജൂൺ 12-നാണ് വിമോചന സമരം ആരംഭിച്ചത്. 1959 ജൂൺ 12-നാണ് വിമോചന സമരം ആരംഭിച്ചത്. ചോദിച്ചിട്ടുണ്ട്. 1959 ജൂൺ 12-നാണ് വിമോചന സമരം ആരംഭിച്ചത്. ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് വിമോചന സമരം ആരംഭിക്കുന്നത്. എന്നാണ് ആരംഭിച്ചത്? 1959 ജൂൺ 12-നാണ് ആരംഭിച്ചത്. ഈ വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത്. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. 1, നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭൻ, ആരംഭിച്ചത് 1959 ജൂൺ 12, വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഈ വിമോചന സമരത്തിന് കാരണം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെ സംബന്ധിച്ചായിരുന്നു വിമോചന സമരം തുടങ്ങാൻ കാരണം. അപ്പോൾ 1-ാം മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. അതും ചോദിച്ചിട്ടുണ്ട്. 1-ാം കേരള നിയമസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെ ചൊല്ലിയായിരുന്നു വിമോചന സമരം ആരംഭിക്കുന്നത്. അപ്പോൾ വിമോചന സമരം നടന്ന വർഷം 1959. എന്നായിരുന്നു ആരംഭിച്ചത്? 1959 ജൂൺ 12-ന്. നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭൻ. വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോൻ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെ സംബന്ധിച്ചായിരുന്നു വിമോചന സമരം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 4 ചോദ്യങ്ങളും കണ്ടു. ഇനി നമ്മുടെ 5-ാമത്തെ ചോദ്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. ഓപ്ഷൻസ്: 1 ലിഗ്നൈറ്റ്, 2 ബോക്സൈറ്റ്, 3 സിലിക്ക, 4 സ്വർണം. ലിഗ്നൈറ്റ്, ബോക്സൈറ്റ്, സിലിക്ക, സ്വർണം. ഈ 4 ധാതുക്കളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിലേതാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്നത്? ഉത്തരം എ ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ്. ഈ ലിഗ്നൈറ്റ് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ഇന്ധനധാതുവാണ് ലിഗ്നൈറ്റ്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ഇന്ധനധാതുവാണ് ലിഗ്നൈറ്റ്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ഇന്ധനധാതുവാണ് ലിഗ്നൈറ്റ്. ഇനി ഓപ്ഷൻ പറഞ്ഞിട്ടുള്ള ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ഇന്ധനധാതു ഫ്യുവൽ മിനറൽ ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്. നമ്മൾ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന ഒരു പ്രദേശം തൊട്ടുമുകളിൽ ചോദ്യത്തിൽ പറഞ്ഞതാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന നിക്ഷേപമാണ് ലിഗ്നൈറ്റ്. ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ കാണപ്പെടുന്ന നിക്ഷേപമാണ് സിലിക്ക. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ കാണപ്പെടുന്ന ഒരു ധാതുവാണ് സിലിക്ക. സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പ്രദേശങ്ങളിലാണ്. ഇനി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളെ പറ്റി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് നിലമ്പൂര്, പിന്നെ വയനാട് ജില്ലയിലെ മാനന്തവാടി, മേപ്പാടി, വൈത്തിരി, പിന്നെ നിലമ്പൂർ. ഈ പ്രദേശങ്ങളിൽ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ഒരു നിക്ഷേപമാണ് ധാതുവാണ് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് കേരളത്തിൽ കാണപ്പെടുന്ന ഏക ഇന്ധന ധാതുവാണ്. ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ കുമ്പള, നീലേശ്വരം,
കാഞ്ഞങ്ങാട്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ കാണപ്പെടുന്ന ഒരു ധാതുവാണ് ഏത്? സിലിക്ക. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ പ്രദേശങ്ങളാണ് നിലമ്പൂരും പിന്നെ വയനാട് ജില്ലയിലെ മാനന്തവാടി, മേപ്പാടി, വൈത്തിരി തുടങ്ങിയ പ്രദേശങ്ങളും. അപ്പോൾ നമ്മൾ ഇന്ന് 5 ചോദ്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന്, കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. 3, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 4, വിമോചന സമരം നടന്ന വർഷം 1959. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. ഏത്? ലിഗ്നൈറ്റ്. എന്നിങ്ങനെ 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ കണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസും അടങ്ങിയ ഒരു ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേര് പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം.